ഇതിപ്പോ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എവിടുന്ന് വിളിച്ചാൽ നിങ്ങൾ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്ന ഒരു സാധനം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതിപ്പോ ടവർ എക്സ്പ്ലോഷൻ ബോക്സ്. ഇത് പൊങ്ങി വരും. ഒരു ടവർ പോലെ വരും. F0 എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ചെറുകുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിഷ്ണുപ്രഭയുടെ വീട്ടിലുള്ളത് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് ഒരു ഗിഫ്റ്റാണ്, ഒരു ഗിഫ്റ്റ് ബോക്സാണ് വരുന്നത്. ഗിഫ്റ്റ് ഐറ്റംസ് ആണ് വിഷ്ണുപ്രഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഒക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്, അതൊരു ഫോട്ടോസ് വരുന്നുണ്ട്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേക്കും അതേപോലെ തന്നെ നമ്മളെ ആനിവേഴ്സറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ധൈര്യമായിട്ട് നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ എവിടെയും ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ വിഷ്ണുപ്രഭ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്ണുപ്രഭ. നമസ്കാരം. നമസ്കാരം. ഈ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ആണല്ലോ, അത് കസ്റ്റമൈസ്ഡും ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഒരു കസ്റ്റമർ ഏത് രീതിയിലാണ് ഒരാളെ ഏത് രീതിയിൽ പറയുന്നത് അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കും. അത് എന്താണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. അത് കൂടാതെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുന്നുണ്ടല്ലേ? സ്വന്തമായിട്ടുള്ള ഐഡിയയില് ഇതിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? 6 മാസമായത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. 6 മാസമേ ആയുള്ളൂ. ഓക്കെ. ഇതിലേക്ക് വരാനുള്ള കാരണം എനിക്ക് കുറച്ച് മുമ്പേ ഈ ക്രാഫ്റ്റ് ഐറ്റംസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഞാനിപ്പം ബിടെക് ആണ് കഴിഞ്ഞത്. പക്ഷെ എനിക്ക് ഇപ്പോൾ ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പം മോളെയും വെച്ചിട്ട് ജോലിക്ക് പോക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം മോള് കുറച്ച് വലുതായിട്ട് നോക്കാമെന്നില്ലല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈം എൻ്റെ പണ്ടേയിലൊരു ഇതായിരുന്നു ഈ ഗിഫ്റ്റ് ഐറ്റംസ്. ഗിഫ്റ്റ് മാത്രമല്ല, നമ്മൾ കസ്റ്റമൈസ്ഡ് ഇപ്പം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ക്രാഫ്റ്റ് എല്ലാ ഐറ്റംസും ഞാൻ മുമ്പേ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. ഞാനിപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഇതിടുന്നുണ്ട്, അപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഓർഡർ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ? അതെന്താ നല്ല ഭംഗിയുണ്ട് കാണാന്. ഞാൻ നിങ്ങളുടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് എല്ലാവരും ഇന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഗിഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നത് ഇത് ഒത്തിരി പേരൊന്നും ചെയ്യുന്ന ഒരു മേഖലയല്ല. ഇത് ഒത്തിരി ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്, ഇങ്ങനെ ഇറങ്ങി ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്ത് തുടങ്ങിയത് ഏത് പ്രോഡക്റ്റ് ആണ്, ഏത് ഐറ്റം നിങ്ങൾ ചെയ്ത് തുടങ്ങിയത്? ഞാൻ ഈ ഒരു മോഡലാണ് ആദ്യം ചെയ്തിട്ടുണ്ടായത്. അത് ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സ്, ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ് എന്നെല്ലാം പറയും ഇതിന്. ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തുറക്കുന്ന ടൈം തന്നെ അതിങ്ങനെ നമുക്കിങ്ങനെ തുറന്നു വരും. അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റ് വെക്കും, പിന്നെ വിഷസ് നമ്മൾ എഴുതിയിട്ട് വെക്കും. അതിപ്പോൾ ഈ കസ്റ്റമർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ എഴുതി വെക്കും. ഓ, അത് ശരി. ഇതിങ്ങനെ ചെയ്തു കൊടുക്കും. ചോക്ലേറ്റ് എവിടെയാ കൊടുക്കുന്നത്? ചോക്ലേറ്റ് നമ്മൾ ഈ സൈഡിൽ 4 സൈഡിലായിട്ടാണ് വെക്കുക. വിഷസിന് പകരം ഫോട്ടോസ് വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ഇതിലും ഫോട്ടോസ് വെച്ച് ചെയ്യും. അതുപോലെ ഇപ്പൊ സൈഡിൽ ഫോട്ടോ വെക്കണമെങ്കിൽ ഫ്രണ്ടിൽ അതെങ്ങനെയാണോ കസ്റ്റമറിന്റെ ഇഷ്ടം അതുപോലെ നമുക്കിത് വീണ്ടും തുറന്നു വെക്കാം. പിന്നെ വീണ്ടും ഇതുപോലെ തുറക്കാം. അപ്പൊ നമ്മൾ ഓരോ ലെയറിലും ചോക്ലേറ്റ് വെക്കും. ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പൊതുവേ നമ്മൾ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പം ഇത് എൻ്റെതായ ഒരു ഇതിൽ ഞാൻ ഇത് ചെയ്തതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിഷസ് ആരും അങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം നമുക്ക് ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ ബോക്സ് ആകുമ്പം കസ്റ്റമർക്ക് അത് കളയാനേ പറ്റുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം അവരൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു എത്ര ടൈപ്പ് ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്? ഇതാണ് ഏറ്റവും വലുത് വരുന്നത്? അല്ല, ഇതിന്റെ ഇതിപ്പോ 3 ലെയറാണ് വരുന്നത്. അതിന് 5 ലെയർ ചെയ്യുന്നുണ്ട്, 6 ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമർ ഇപ്പോൾ എത്ര ഒരുപാട് വലുതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തു കൊടുക്കും. അതും ചെയ്തു കൊടുക്കും. പിന്നെ ഇത് സ്ക്വയർ ടൈപ്പാണ് ചെയ്യുന്നത്, ഹെക്സഗണൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്തു വെച്ചൊരു ഡെമോ ആണ്. നമ്മൾ റുബിക്സ് ക്യൂബ് അല്ലേ, ആ ഒരു മോഡല്. ഇതിപ്പോ ഫോട്ടോസ് വെച്ചിട്ട് ഇതിപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോട്ടോസ്, പിന്നെ വീണ്ടും ഇതുപോലെ പല സൈഡിലും ഓപ്പൺ ചെയ്യാം. എല്ലാ സൈഡിലും ഓപ്പൺ ചെയ്യാം. ഓരോ സൈഡിലേക്ക് ഫോട്ടോ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിനാണ് കറക്റ്റ് ആയിട്ട് ആ ഫോട്ടോ ഓപ്പൺ ഫോട്ടോസ് വരും. ഓക്കെ, അത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എല്ലാ സൈഡും റുബിക്സ് ക്യൂബ് പോലെ. ഇപ്പൊ ഓരോ സൈഡിലും ഫോട്ടോസ്. പിന്നെ വരുന്നത് ഇത് ഈ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഫോട്ടോസ് ആണ് വരുന്നത് ഇതില്.
ഇതിലെല്ലാത്തിലും ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ തന്നെ ഒരു ബോക്സിൽ തന്നെ 4 ഫോട്ടോസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലത്തെ കുറേ ബോക്സ്. അപ്പോൾ ഇതെല്ലാം താഴെ വീണിരിക്കുന്ന എല്ലാത്തിലും ഇതേപോലെ ഫോട്ടോസ് ഉണ്ടാവും. എല്ലാത്തിലും ഫോട്ടോസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലവർ വെച്ചിട്ട് പോലെ ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ ചോക്ലേറ്റ് പോക്കറ്റ് ചെയ്യുന്നുണ്ട്. ഫെറാറോ റോച്ചർ വെച്ചിട്ട് ഫുൾ റോസാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ വലിയ രീതിയിൽ അത് ഒറിജിനൽ റോസാപ്പ് വെച്ചിട്ട് അതിപ്പോ നമ്മൾ കണ്ണൂരിലാണെങ്കിൽ നമ്മൾ അങ്ങനെ എത്തിച്ചു കൊടുക്കും. ഇതിപ്പോ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എവിടുന്ന് വിളിച്ചാൽ നിങ്ങൾ അയച്ചു കൊടുക്കും. കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്നത് ഇതൊരു ആൽബം പോലെ വരുന്നത് സ്ക്രാപ്പ് ബുക്ക്. ഫോട്ടോസ് വെച്ചിട്ട് വന്നപ്പോഴേ ശ്രദ്ധിക്കുന്ന ഒരു സാധനം ഇത്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിപ്പോ ആനിവേഴ്സറി ബർത്ത്ഡേക്കെല്ലാം നമുക്കിങ്ങനെ ഇത് വരും. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ആക്കലാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫോട്ടോസ് വെക്കണമെങ്കിൽ അതിൽ കസ്റ്റമർ പറയുന്ന പോലെയാണ്. അതിലിവിടെ വിഷസ് ചെയ്തും അതുപോലെ അവരെ ഫോട്ടോ വെക്കും. ഇതും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഓരോ വിഷസ് ആണ് വരുന്നത്. ആനിവേഴ്സറിന്റെ അതാണ് ഇതിന്റെ ഉള്ളിൽ. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഫോട്ടോസ് ഇതിപ്പോ ഇങ്ങനെ ഇതിപ്പോ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഐ ലവ് യു വരുന്നത്. ഇതിന്റെ ഉള്ളിലും വിഷസ് ഫോട്ടോസ് ഇപ്പൊ ഓരോ ലെയറിൽ ഫോട്ടോസ് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇതിലിപ്പോ ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നില്ല. ഇതിൽ ഫോട്ടോസും ഇത് വിഷസും മാത്രമേ തുറക്കാൻ വേണ്ടി പറ്റും. ഇതും ഇതുപോലെ വിഷസ് ഇതുപോലെ ചെറിയ ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ കസ്റ്റമറിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഫ്രണ്ടിൽ എല്ലായിടത്തും നമ്മൾ ഫോട്ടോസ് വേണം ചെയ്തു കൊടുക്കും. ഇതിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ഫോട്ടോ ഇനിയുണ്ട് ലെയർ പിന്നെയും തുറക്കാൻ. ഇനിയുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതിപ്പോ ഐ ലവ് യു സോ മച്ച്. അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. അതിന്റെ താഴെ വരുന്നത് പിന്നെയും ഫോട്ടോ കൊടുത്തു. പിന്നെയും ഓപ്പൺ ആക്കി എല്ലായിടത്തും വിഷസ് വന്നു. പിന്നെ ഇത് ലാസ്റ്റ് ഇതെത്രയാണ് പരിപാടികൾ. അതിന്റെ ഉള്ളിൽ പിന്നെ ഫോട്ടോസ്. ഇതിപ്പോ നമ്മളെ ലെറ്ററിലെല്ലാം കിട്ടുന്ന പോലെ നമ്മൾ ഓക്കെ. അത് നല്ല ഭംഗിയായിട്ട് അത് ചെയ്തെടുത്ത കാണാന്. ഇതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏത് രീതിയിലാണോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഗിഫ്റ്റ് ഐറ്റംസ് ഞാൻ വേറൊരു കാര്യം, എത്ര പൈസ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിഫ്റ്റ് ഐറ്റംസ്? നമ്മളിപ്പോ 200 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഈ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അതിൽ കൂടുതലും ആണെങ്കിൽ ഇപ്പൊ ഓരോരോ ആൾക്കാർ ഗോൾഡ് റിങ്ങെല്ലാം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയല്ലേ, ചെറിയ ബോക്സിനുള്ളിൽ റിങ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. 200 രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നത്. ഇതിപ്പോ ഗിഫ്റ്റ് വരുന്നത് 5000 രൂപ വരെയാണ്. ബാക്കി ഇപ്പൊ കസ്റ്റമർ പറയുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. 200 മുതൽ 5000 വരെയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടും എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഡ്രസ് വലിയ ബോക്സിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഡ്രസ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. അത് കുറച്ചുകൂടി റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ വരുന്നത് ഇത് വേറൊരു ടൈപ്പ് എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. ഇത് നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേലൂ ഒരു കസ്റ്റമർക്ക് വേണ്ടിട്ട്. ഇതിപ്പോ ടവർ എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. ഇത് പൊങ്ങി പൊങ്ങി വരും. ഒരു ടവർ പോലെ വരും. അപ്പൊ ഓരോ സൈഡിൽ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് വെക്കാം, മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് വെക്കാം. ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാം എല്ലാത്തിലും. പിന്നെ ഉള്ളിൽ റിങ് വെക്കണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഒരു ബോക്സ്. ഇത് നമുക്ക് നല്ല റിങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാം അല്ലേ? ഇത് എല്ലാ സൈഡിലും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ടവർ എക്സ്പ്ലോഷൻ ബോക്സ്. ഇതിപ്പോ വേറൊരു മോഡൽ വരുന്നതാണ്. ഇതും ഫോട്ടോസ് വെച്ച് ചെയ്യുന്നതാ. ഇത് സംഭവം സിമ്പിൾ ആണ്. അതെ അതെ. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പണി കുറവ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതിപ്പോ കാണുമ്പോൾ സിമ്പിൾ അല്ലേ? പക്ഷെ ഉള്ളിൽ ചെയ്തെടുക്കാൻ വേണ്ടി വിഷമം തന്നെയാണ്. പക്ഷെ ഉള്ളിലേക്ക് തുറക്കുമ്പോൾ ആൾക്കാർ എല്ലാവർക്കും ഒരു സർപ്രൈസ്. അടിപൊളി. എല്ലാത്തിലും ഫോട്ടോസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ചരട് കൊടുത്തിട്ട് ചുമലൊക്കെ കെട്ടി തൂക്കിയിടാൻ പറ്റും. ഇതിപ്പം ഇങ്ങനെ നമുക്ക് അടച്ചും വെക്കാം. നേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് കാണാനുള്ളത് ലാസ്റ്റേക്ക് മാറ്റി വെച്ച ഒരു വലിയൊരു ബോക്സ് ആണല്ലോ അല്ലെ? ഈ ബോക്സിൽ എന്താ ഇരിക്കുന്നത് എന്നുള്ളത് ഇതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇത് കുറച്ചുകൂടി വലിയൊരു സൈസാണ് ഈ ഒരു ബോക്സ് വരുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉള്ളിൽ കാണാം. ഇതാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് വരുന്ന ഓർഡർ. ഈ ഒരു മോഡലാണ് വരുന്നത്, ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ്. ഇത് ഓരോ ഓപ്പൺ ആകുമ്പോൾ ചോക്ലേറ്റും അതിലെ വിഷസും.
ഇനിയുണ്ട്. ഓ ലാസ്റ്റ് ആയിട്ട് കുറച്ച് വേറെ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇതിൽ ചോക്ലേറ്റ്സ് നമുക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഏത് ചോക്ലേറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഇതിന്റെ ഓരോ ഉള്ളിലും നമ്മൾ വിഷസ് എഴുതുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഓരോ പാർട്ടായിട്ട് അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഏത് ടൈപ്പ് ചോക്ലേറ്റ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതും ഏത് സൈസിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ എത്ര ബോക്സ് ഉണ്ടാവും? ഇതിപ്പോ 6 ലെയറാണ് വരുന്നത്. 6 ലെയർ ആയിട്ട് വരുന്നത്. അത് കൂടുതലായിട്ട് 7, 8, 10 ഒക്കെ ചെയ്യാൻ പറ്റും. എത്രയും കുഴപ്പമൊന്നും വരുന്നില്ല. ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഇപ്പൊ ഞാൻ ഈ മൊത്തത്തിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഡ്രസ്സ്, ഓർണമെന്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമൈസ്ഡ് വാളറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോട്ടോ ഫ്രെയിംസ് എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. ഡ്രസ്സുകൾ തന്നെ എങ്ങനെയുള്ള ഡ്രസ്സ് പറയുന്നത് ഇപ്പൊ കസ്റ്റമൈസ്ഡ്, ഇപ്പം ബർത്ത്ഡേക്ക് ഇപ്പം മോം ഡോട്ടർ കോംബോ അങ്ങനത്തെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത റെഡിമെയ്ഡ് ഐറ്റം എല്ലാ ഐറ്റം പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ചെയ്യുന്നതിൽ. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ അല്ലെ അവര് പറയുന്ന ഏത് മോഡലാണോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ അയച്ചു അത് കൊടുക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒത്തിരി മോഡൽസ് ഉണ്ടാവും. നമ്മുടെ അടുത്തുള്ള മോഡൽസ് ഉണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾ മോഡൽസ് അയച്ചു കൊടുക്കും. അതിനനുസരിച്ച് അതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസും ഈ ഡ്രസ് ആയി കഴിഞ്ഞാലും ഓർണമെന്റ്സ് ആയി കഴിഞ്ഞാലും ഒക്കെ അല്ലേ എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. അതുപോലെ പട്ടുസാരി എല്ലാം റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് നല്ല പട്ടുസാരി നമ്മളെ അടുത്തുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തിച്ചു കൊടുക്കും. എല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കും. അത് ടൈം ഒക്കെ എങ്ങനെ നിങ്ങൾ പറയാ? ഓരോ ടൈം ഇപ്പം ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർ പറയും. ഇപ്പോൾ ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്ക് നമുക്ക് ഓർഡർ കൂടുതൽ വരുന്നത്. നിങ്ങളെ കുറിച്ച് വലിയൊരു എന്താ പറയുക വലിയൊരു അഭിമാനം തന്നെ ഉണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയൊരു വാവ ഉണ്ടായിട്ട് പോലും, ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ട് പോലും ഇത്രയും നന്നായിട്ട് ഒരു സംരംഭക ആകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നതും. ഓക്കെ, എന്തായാലും വലിയ സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും. ഓക്കെ, ഇത്രയാണ് വിഷ്ണുപ്രഭയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകള്? ഗിഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റിയല്ലേ. അതും പല രീതിയിലുള്ളത്. ഇവിടെ ഉള്ളത് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത്. ഇതിൽ കൂടുതലായിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു മോഡൽ പറഞ്ഞാൽ അത് ചെയ്തു തരാനും വിഷ്ണുപ്രഭ റെഡിയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇവരുടെ തന്നെ ഇൻസ്റ്റ ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഗിഫ്റ്റ് ഫ്രം ഹാർട്ട് HEART ഇതാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജും അതേപോലെ തന്നെ ഇൻസ്റ്റയും വരുന്നത്. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ആയിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.